ഏത് ബിദഅഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോഴും അതിനെതിരെ വളരെ കൃത്യമായ വാദങ്ങൾ നിരത്തിക്കൊണ്ട് അവരുടെ അപകടകരമായ ആശയങ്ങൾ ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ അതിനെ പ്രതിരോധിച്ചത്. ആ പ്രതിരോധം ഫലപ്രദമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസ്ഥാനം 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും സമസ്ത കേരള ജമിയത്തുലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങളിൽ ഒരു മാറ്റിത്തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെടേണ്ട ഗതികേട് ഈ പ്രസ്ഥാനമോ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന ഏത് ബിദഅഈ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും, ഏത് ബിദഅഈ പ്രസ്ഥാനങ്ങളെന്ന് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്, ഏത് ബിദഅഈ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും അവരെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി, സംഘടനാപരമായ താല്പര്യത്തിനു വേണ്ടി, അടിസ്ഥാനപരമായ ആദർശത്തിൽ പോലും എത്രയോ തവണ മാറ്റം വരുത്തിയതായിട്ട് അതിന്റെ നാൾവഴികളെ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസക്തി, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയത്തിന്റെ പ്രസക്തി, അതിന്റെ പ്രമാണത്തിന്റെ പ്രസക്തി. ആ പ്രമാണത്തെ, അതിന്റെ വിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട്, പാരമ്പര്യ ഇസ്ലാമിന്റെ വിശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ വഴി നടത്തിക്കുന്ന ഏക പണ്ഡിതേതൃത്വം അത് സമസ്ത കേരള ജമിയത്തുലമയാണ്. അതിന്റെ 100ാം വാർഷികത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് മദ്രസകൾ, ദർസുകൾ, അറബി കോളേജുകൾ, ലക്ഷക്കണക്കിന് സംഘടനാ പ്രവർത്തകർ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരു വലിയ ജനവിഭാഗത്തിന് വിശ്വാസപരമായി, കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരാധികാരികമായ പണ്ഡിത സഭ, ആ തലത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുലമ വളർന്നു പന്തിരിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ നിയമത്തെ അനുസരിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ നിയമവിധേയമായ മാർഗത്തിലൂടെ ബിദഅഈ പ്രസ്ഥാനങ്ങളെ, തീവ്രവാദ പ്രസ്ഥാനങ്ങളെ, വ്യാജ ത്വരീഖത്തുകളെ, കള്ളത്വരീഖത്തുകളെ, വ്യാജസിദ്ധന്മാരെ, ഈ സമുദായത്തിൽ ആത്മീയ ചൂഷണം നടത്തുന്നവരെ, ഈ സമുദായത്തെ വിശ്വാസപരമായി വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരാരൊക്കെയാണോ അവരെല്ലാം നിയമവിധേയമായി, നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല, ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ടല്ല, കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ടല്ല, ഇവിടുത്തെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടല്ല, നിയമവിധേയമായി ഈ പ്രസ്ഥാനം പ്രതിരോധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു. ആ പ്രതിരോധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധത്തിന്റെ വഴിയിൽ വലിയ വലിയ പ്രചാരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും, വലിയ വലിയ ആശയ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കും, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും, മറുപടി പ്രസംഗങ്ങൾ നടത്തും, ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തും, ആശയ സംവാദങ്ങൾ നടത്തും. ഈ നാട് അനുവദിക്കപ്പെടുന്ന നിയമം എന്തെല്ലാം ഉണ്ടോ ആ നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് എന്തെല്ലാം രീതിയിലുള്ള പ്രബോധന, പ്രചാരണ പ്രവർത്തനം നടത്താൻ സാധിക്കുമോ അതെല്ലാം ഭംഗിയായി ഈ പ്രസ്ഥാനം നിർവഹിച്ചു. ഇന്നലെ പോലും SKSSF-ന്റെ ആദർശ പ്രചാരണ വിഭാഗമായ ഇസ്തിഖാമയുടെ യുവ പണ്ഡിതന്മാർ അണിനിരന്ന ഒരാദർശ സംവാദമുണ്ടായി കോഴിക്കോട് ജില്ലയിലെ ചെറുവാടിയിൽ. മറുഭാഗത്ത് മുജാഹിദ് വിഭാഗത്തിലെ ഒരു ഗ്രൂപ്പാണ് പങ്കാളികളായത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സംവാദത്തിന്റെ വിഷയത്തിന്റെ തർക്കത്തിന്റെ കേന്ദ്രബിന്ദു എന്താണെന്നറിയോ? നമ്മുടെ മഹാരഥന്മാരായ യുവപണ്ഡിതന്മാർ അവിടെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചതും സമർത്ഥിച്ചതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം, നബിദിനാഘോഷം അത് ഇസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കാൻ, എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു മതസംഘടന അവരവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഇസ്ലാമികമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിക്കണം ഒരു സംഘടനയുടെ ഗതികേട്. ഇവർക്ക് ഇവരുടെ സംഘടനയുടെ 100ാം വാർഷികം, 100ാം ജന്മദിനം ആഘോഷിക്കാം, കുഴപ്പമില്ല. ഇവരുടെ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചതിന്റെ ജന്മദിനം ആഘോഷിക്കാം, കുഴപ്പമില്ല, തർക്കത്തിന്റെ പ്രശ്നമില്ല. ഇവരെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷം ഐസ്ക്രീം വിതരണം ചെയ്ത് ആഘോഷിക്കാം, തർക്കമില്ല, അവർക്കിടയിൽ പ്രശ്നമില്ല.
ഇവരുടെ സ്ഥാപനങ്ങളുടെ വാർഷികാഘോഷം നടത്തുന്നു, ആ സ്ഥാപനത്തിന് ജന്മദിനാഘോഷം നടത്തുന്നു. അവർക്കിടയിൽ തർക്കമില്ല, പ്രശ്നമില്ല, അതിനവർക്ക് പ്രമാണം ആവശ്യമില്ല. ഈ ബിദായി പ്രസ്ഥാനക്കാരന്റെ സ്ഥാപനത്തിന്റെയും നേതാക്കളുടെയും സംഘടനകളുടെയും അവിടെ എല്ലാത്തിന്റെയും വാർഷികം ആഘോഷിക്കും, സമുചിതമായി ആഘോഷിക്കും. ആ ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ, സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ, ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ എന്ന ചോദ്യമില്ല. കാരണം എന്താണ്? അത് സംഘടനയുടെ ഏർപ്പാടുകളാണ്. അതിന് എന്തെങ്കിലും സൗകര്യങ്ങളും സഹായങ്ങളും കിട്ടും. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് മറുഭാഗത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ ദീനിൽ തെളിവില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് സംവാദം നടത്താൻ വേണ്ടി വരിക. നമ്മുടെ ഇസ്തിഖാമയുടെ ഉപപണ്ഡിതന്മാർ ആധികാരികമായി അവര് അത് കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തു. ഇനി ആ വഴിക്ക് ആ വിഷയമായിട്ട് അവർ വരില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ മതസംഘടനകൾ ഞങ്ങളാണ് യഥാർത്ഥ ദീനിനെ പ്രചരിപ്പിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരും എന്ന് പറഞ്ഞുകൊണ്ട് പോത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. ഇത്തരം സംഘടനകൾ നടത്തുന്ന പള്ളികളാണെങ്കിലും മദ്രസകളാണെങ്കിലും അറബി കോളേജുകളാണെങ്കിലും അവിടെ വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും ഒക്കെ സുന്നിയായാലും മുജാഹിദായാലും ജമാഅത്തായാലും ഒക്കെ അത്യാവശ്യം ദീൻ പഠിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ അവിടെയൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കുട്ടികൾ അവിടെ പഠിക്കുക? ആ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അവിടെ ഈമാനിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ദീനീ വിജ്ഞാനത്തെ അതിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും മുന്നോട്ട് പോയി എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. ഇതിനൊരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതാ പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ അതെത്ര ഗ്രന്ഥങ്ങൾ പരതി നോക്കിയാലും, എത്ര ഗ്രന്ഥങ്ങൾ ഗവേഷണം നടത്താൻ അവസരം കിട്ടിയാലും, എത്ര കൂടുതൽ വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയാലും, എന്തെങ്കിലും പുതിയതൊന്ന് കിട്ടുമ്പോഴേക്ക് പ്രാമാണികമായി നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച ആ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തള്ളിപ്പറയുന്ന ഒരു പാരമ്പര്യം, ഒരു രീതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്ലാറ്റ്ഫോമിലില്ല. അത്തരമൊരു രീതി ഈ പ്ലാറ്റ്ഫോമിലില്ല. മംഗലാപുരത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ വളരെ അഭിമാനത്തോട് പറയാൻ സാധിക്കും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരുന്ന, മംഗലാപുരത്ത് 10-18 വർഷം ഖാദിയായിരുന്ന മഹാനായ കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയുന്നവരോടൊക്കെ ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കിയപ്പോ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, ഹിഫ്ലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹിഫ്ല് കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്ത് പ്രത്യേകമായി പഠിക്കാൻ സമയമെടുത്തിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ദർസി പഠനത്തിനിടയിൽ സ്വന്തമായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. ആരോ അദ്ദേഹത്തോട് ചോദിച്ചത്രേ, നിങ്ങൾ എപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഹിഫ്ലാക്കിയത് എന്ന് ചോദിച്ചപ്പോ, എപ്പോഴാണ് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മനഃപ്പാഠമാക്കിയിട്ട് കാണാതെ അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എനിക്കത് കാണാതെ ചൊല്ലാൻ കഴിയും. ഞാനത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ള, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള, ഉറുദുവിൽ പ്രാവീണ്യമുള്ള, തമിഴിൽ പ്രാവീണ്യമുള്ള, കന്നഡയിൽ പ്രാവീണ്യമുള്ള, ഫാരിസിയിൽ പോലും പ്രാവീണ്യമുള്ള അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു. അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമ. ഓർമ്മശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഓർമ്മശക്തിയെ മത്സരിക്കാൻ പോലും കഴിയാത്ത വിധം സമകാലികരായിട്ടുള്ള പലരും പറയുന്നു, കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയുടെ ഓർമ്മശക്തി അത് വല്ലാത്തൊരു ഓർമ്മശക്തിയാണ്. ദയൂബന്ദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസം പരീക്ഷ കഴിഞ്ഞ്, ആ പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടുത്തെ ഷെയ്ഖുൽ ഹദീസ്
കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടുത്തെ മുതല്ലിമായിട്ടുള്ള ആ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് ക്ഷണിച്ചത്രേ. ഈ കുട്ടി ആകെ പേടിച്ചു. എന്തിനാപ്പോ ഉസ്താദ് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? എന്തെങ്കിലും തെറ്റുപറ്റി ശകാരിക്കാനോ വല്ലതോ ആണോ? അപ്പൊ വീട്ടിൽ ചെന്നപ്പോ വലിയ വിരുന്നൊരുക്കിയിരിക്കുന്നു തന്റെ മുതല്ലിമിന് വേണ്ടിയിട്ട്. ഈ വലിയ ഭക്ഷണങ്ങളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്റെ ശിഷ്യന് വേണ്ടിയിട്ട് വിരുന്നൊരുക്കിയിരിക്കുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് സന്തോഷപൂർവ്വം പറഞ്ഞത്രേ, ആ പരീക്ഷയ്ക്ക് എഴുതിയ ആ ഉത്തര പേപ്പർ വായിച്ചപ്പോ അപ്പോഴെനിക്ക് തോന്നി ആ സന്തോഷം കൊണ്ടാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയെന്ന് മാത്രമല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയതിന് മാത്രമല്ല, ആ പരീക്ഷാ പേപ്പർ വായിച്ചപ്പോ ആ കുട്ടിയെ പഠിപ്പിച്ച ഉസ്താദിനുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്തൊരു ആഹ്ലാദമുണ്ട്. ആഹ്ലാദം പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശിഷ്യനെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ചു എന്നാണ് ചരിത്രം. അത്രമാത്രം പാണ്ഡിത്യമുണ്ടായിരുന്ന, അത്രമാത്രം വിനയാന്വിതനായിരുന്ന, എന്നാൽ ഒരിക്കലും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, എല്ലാ ഭാഷകളെയും പരിജ്ഞാനമുള്ള, മതപരമായ കാര്യത്തിൽ മാത്രമല്ല ഭൗതിക വിജ്ഞാനീയങ്ങളിൽ പോലും വലിയ പ്രാവീണ്യമുള്ള. ഇവിടെ മംഗലാപുരത്ത് തന്നെ ഏതൊരു ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിന് ക്ഷണിച്ചപ്പോ അവിടെയുള്ള പങ്കെടുത്ത ഡോക്ടർമാരൊക്കെ മുൻനിർത്തിയിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഉസ്താദ് ഹ്രസ്വമായിട്ട് സംസാരിച്ചു അത്രേ. അവിടെ കൂടിയ ഡോക്ടർമാർ പോലും ആദ്യമായിട്ടാണ് അത്തരമൊരു വിഷയങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വലിയ അവഗാഹമുള്ള ധാരാളം പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ പണ്ഡിതന്മാരൊന്നും എന്തെങ്കിലും ഒന്ന് പുതിയത് കണ്ടെത്തുമ്പോഴേക്ക് പഴയതിനെ തള്ളിപ്പറയുന്ന ധിക്കാരത്തിന്റെ ശൈലി സ്വീകരിച്ചിട്ടില്ല. ഏത് പുതിയ പുതിയ അറിവുകളെ കണ്ടെത്തിയാലും, ഏത് പുതിയ പുതിയ വിവരങ്ങൾ തേടിപ്പിടിക്കാൻ സാധിച്ചാലും അതിനെയെല്ലാം വിനയാന്വിതം സ്വീകരിച്ചുകൊണ്ട് നാം കടന്നു വന്ന പരമ്പരാഗതമായ പ്രാമാണികമായ വഴികൾക്കകത്തുനിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വൈജ്ഞാനികമായ മേഖലയെ മെച്ചപ്പെടുത്താൻ സാധിക്കുക എന്ന വളരെ ക്രിയാത്മകമായ ചിന്തയും ആലോചനകളും ഗവേഷണങ്ങളുമാണ് അവരൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ദീനീ വിജ്ഞാന രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച സമീപനമുണ്ട്. അവർ ഗവേഷണത്തിനെതിരല്ല, അവര് പഠനത്തിനെതിരല്ല. പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് അത്തരം വിദ്യാഭ്യാസ രീതികളെ തേടുന്നതിനെതിരല്ല. പക്ഷേ അടിസ്ഥാനപരമായ ചില രീതികളുണ്ട്, അത് ദീനിന്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം ഏത് വിജ്ഞാന ശാഖകളെയും സ്വീകരിക്കാൻ. പഴയ കാലത്തൊക്കെ നമുക്കറിയാത്തൊരു കാര്യം, ആ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളാരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചും. ഇന്ന് ആളുകൾക്ക് അത് സ്വീകരിക്കേണ്ടതില്ല. ഇന്ന് ഈ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ AI മുഖേന ആ പ്ലാറ്റ്ഫോമിലൂടെ ഏത് ആകാശഭൂമികൾക്കിടയിലുള്ള ഏത് ചോദ്യം ചോദിക്കാം, അതിനുത്തരം കിട്ടും. ഏത് ചോദ്യം ചോദിക്കാം, ഉത്തരം കിട്ടും. പക്ഷേ ആ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള അടിസ്ഥാനപരമായ അറിവില്ലെങ്കിൽ അബദ്ധത്തിൽപ്പെടും. അടിസ്ഥാനപരമായ അറിവില്ലെങ്കിൽ അബദ്ധത്തിൽപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ, AI പോലെയുള്ള നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മുടെ കുട്ടികൾ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ, അതിനെല്ലാം ഉപയോഗപ്പെടുത്താം. അതെല്ലാം അതിൻ്റെതായിട്ട് ചില മാർഗങ്ങളാണ്. പക്ഷെ അടിസ്ഥാനപരമായ അറിവ്, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്തരം അറിവുകളെയും വിവരങ്ങളെയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ബിദായി പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. ബിദായി പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. ആ ബിദായി പ്രസ്ഥാനങ്ങളിൽ നിൽക്കാതെ പല ആളുകളും മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ
മുജാഹിദ് വേദികളിൽ വല്ലാതെ പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞു, ഇസ്ലാമിൽ സ്ത്രീക്കും വലിയ പ്രാധാന്യമുണ്ട്, സ്ത്രീക്കും സ്ത്രീയുടേതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഞാൻ കോഴിക്കോട്ട് ജുമാ നിസ്കാരം നടത്തുന്നുണ്ട്, ഞാനാണ് ഖുതുബ നിസ്കാരം നടത്തുക. മുജാഹിദ് വേദിയിൽ അത്ര കാലം പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു മുസ്ലിം നാമധാരിയായ സ്ത്രീ ഒരു ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാൻ, കോഴിക്കോട്ട് ജുമാ നിസ്കാരം നടത്തുന്നുണ്ട്, ആ ജുമാ നിസ്കാരത്തിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരാം, പക്ഷെ ഖുതുബയും നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനായിരിക്കും. അത് കാണാൻ വേണ്ടി കുറെ പാവങ്ങൾ പോയി. എന്നിട്ട് അവിടെ ഖുതുബയും നിസ്കാരം നടന്നു. അപ്പൊ ജുമാ നടത്തുന്നവരും ഖുതുബയും നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും വിശ്വാസികളായിരിക്കുമല്ലോ. ഏതാനും മാസങ്ങൾ പിന്നിട്ടിട്ടില്ല, ആ സ്ത്രീ പിൽക്കാലത്ത് മതനിഷേധത്തിന്റെ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ വേദിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെട്ട യുക്തിവാദി വേദിയിലെ പ്രഭാഷകയാണ്. ഇസ്ലാമിനെയും പ്രവാചകനെയും എത്രമാത്രം നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കാൻ കഴിയുമോ ആ ആക്ഷേപത്തിന്റെ ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എഴുത്തും പ്രസംഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളുടെ അടിസ്ഥാനം നിഷേധിച്ചുകൊണ്ട് പുതിയ വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് മുജാഹിദ് വിഭാഗത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രവണത എന്താണ്? ലോകത്ത് ഹദീസിന്റെ ആധികാരികമായി ഗ്രന്ഥങ്ങളായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ വിശ്വസിച്ചു വരുന്ന, നൂറ്റാണ്ടുകളായി അവലംബിച്ചു വരുന്ന ഹദീസുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോരുത്തർ അഭിമാനപൂർവ്വം പറയാൻ, ഞാനൊരു 70 ഹദീസ് ദുർബലാക്കിയിട്ടുണ്ട്. അഭിമാനത്തോട് പറയാൻ, ഒരു 70 ഹദീസിന്റെ വക ദുർബലാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണെന്ന് ഒരു വർഷമല്ല, ഒരു നൂറ്റാണ്ടല്ല, 10-15 നൂറ്റാണ്ടുകളോളം ലോകത്ത് ആധികാരികമായി ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത് ആരിലാലും ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ലോകത്ത് ഇസ്ലാമിക പ്രമാണമായിട്ട് കൊണ്ടു നടക്കുന്നതിനെ, ആ ദീനിന്റെ പ്രമാണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം മനുഷ്യന്റെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന അപകടകരമായ കീഴ്വഴക്കം കൊണ്ടുവന്നതിന്റെ തിക്തഫലമാണ് ഇപ്പൊ 10-15 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഓരോ ഹദീസുകളെ തള്ളിപ്പറയാൻ വേണ്ടി ഓരോരുത്തർ രംഗത്ത് വരുന്നത്. ഈ അപകടത്തിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേരാതിരിക്കണമെങ്കിൽ അവരെ വിശ്വാസത്തെ, ആദർശത്തെ, ആചാരങ്ങളെ, അനുഷ്ഠാനക്രമങ്ങളെ, ആരാധനാമുറകളെ അതിനെ ശക്തമായി, ഭദ്രമായി, ഫലപ്രദമായി കാത്തു സൂക്ഷിക്കണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനും അമലിനും കാവൽ നിൽക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു പണ്ഡിത നേതൃത്വം ഈ സമൂഹത്തിന് ആവശ്യമാണ്. ആ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ മനോഹരമായി ഇവിടെ നിർവഹിച്ചത്. ആ ദൗത്യം നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് നമ്മുടെ നാട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 1-2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബിദായി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്ന കാലത്ത്, പൂർവസൂരികളിൽ നിന്ന് ഭിന്നമായി നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും പൈതൃകത്തെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന രീതി വന്നപ്പോ നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ഈ സമുദായത്തെ വഴിതെറ്റിപ്പിക്കാൻ, അവരുടെ ഈമാനിനെ ദുർബലപ്പെടുത്താൻ, അവരെ വിശ്വാസപരമായി ഷണ്ഡീകരിക്കാൻ, അതിനുവേണ്ടി മുസ്ലിം സമുദായത്തിനകത്തുനിന്നല്ല പുറത്തുനിന്ന് തന്നെ ആരോ ആസൂത്രണം ചെയ്ത അപകടകരമായ ചില അജണ്ടകളാണിത്. സമുദായം ജാഗ്രത പാലിക്കണം. അവരുമായിട്ട് അടുത്തു പോകാൻ പാടില്ല, അവരുമായി ഇടപഴകാൻ പാടില്ല, സൗഹൃദം പാടില്ല, അവരെ അകറ്റി നിർത്തണം. കാരണം എന്താണ്? അവരിവിടെ മുസ്ലിം സമുദായത്തിനകത്ത് അന്ധവിശ്വാസമുണ്ട്, അനാചാരമുണ്ട്, ജീർണതയുണ്ട്. ഈ സമുദായത്തെ വിശ്വാസപരമായിട്ടൊക്കെ ദുർബലപ്പെടുത്തുന്ന ഒരുപാട് അപകടങ്ങളാണ് ഈ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് അതിനെല്ലാം വിഭാടനം ചെയ്തുകൊണ്ടൊരു നവോത്ഥാന മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി
ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലെയുള്ള ചില ആളുകളുടെ സാഹിത്യങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് എഴുതാനും പ്രസംഗിക്കാനും തുടങ്ങി. ഇവരാണ് മുസ്ലിം സമുദായത്തിൽ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിച്ചവർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ടാണ് ഇനി മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത്. ഈ സുന്നി മുസ്ലിയാക്കന്മാർ പറഞ്ഞത് കേട്ടാൽ നമ്മൾ ഷിർക്കിലേക്ക് പോകും എന്ന് പറഞ്ഞു. നൂറ്റാണ്ടുകളായി സമുദായത്തിനകത്ത് ആചരിച്ചനുഷ്ഠിച്ചു വരുന്ന ഒരുപാട് നന്മകളെയും സുഹൃത്തുക്കളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെതിരെ ഷിർക്കും കുഫറും ആരോപിച്ചു. എന്നിട്ട് അതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവർക്കിടയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് അലിയും മുഹമ്മദ് അബ്ദുവും ഒക്കെ എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടത്തെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു, പ്രസംഗിച്ചു, എഴുതി. അത്തരം സാഹിത്യങ്ങൾ വ്യാപകമായിട്ട് വിതരണം ചെയ്തു. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അപകടമാണ്, ഈ ആശയം മനുഷ്യൻ അപകടത്തിലേക്ക് നയിക്കും, ഇത് യഥാർത്ഥ ദീനല്ല, മുസ്ലിം സമുദായം അതിൽ പെട്ടുപോകരുത്. അപ്പൊ ഇവര് പറഞ്ഞു ഈ മൗലിയാക്കന്മാർക്ക് യാതൊരു ധാരണയില്ല, കാഴ്ചപ്പാടില്ല, അവർ പഴഞ്ചന്മാരാണ്, അവർക്ക് ഈ സമുദായത്തിന്റെ പുരോഗതിയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ നവോത്ഥാനത്തെക്കുറിച്ചോ ഒന്നും ഒരു കാഴ്ചപ്പാടുമില്ല. ഈ പഴഞ്ചൻ പണ്ഡിതന്മാരാണ്, യാഥാസ്ഥികന്മാരാണ്, സമുദായത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനെ, സമുദായത്തിൽ പരിഷ്കാരം ഉണ്ടാകുന്നതിന് എതിരെ നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. എന്താ പിൽക്കാലത്ത് സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം 8 കഷ്ണമായി പിളർന്നു. 8 കഷ്ണം. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം 8 ഗ്രൂപ്പുകളാണ്. ഇങ്ങനെ 8 ഗ്രൂപ്പുകളായി പിളർന്ന സമയത്ത് 2002 ഈ പിളർപ്പ് ആരംഭിച്ചത്. ഈ 2002 മുജാഹിദ് വിഭാഗത്തിന്റെ പ്രമുഖനായ എഴുത്തുകാരനും പണ്ഡിതനുമായ MI മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവും ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയതാരാണ്? MI മുഹമ്മദ് സുല്ലമി. അദ്ദേഹം ആരാണ്? മുജാഹിദ് വിഭാഗത്തിന്റെ പ്രമുഖനായ പണ്ഡിതൻ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സമുദായത്തിനകത്തെ, മുസ്ലിം സമുദായത്തെ നിരീശ്വരവാദത്തിലേക്ക് നയിക്കുന്ന, മുസ്ലിം സമുദായത്തെ ലിബറലിസത്തിലേക്ക് നയിക്കുന്ന, മുസ്ലിം സമുദായത്തെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നയിക്കുന്ന, മുസ്ലിം സമുദായത്തെ യുക്തിവാദത്തിലേക്ക് നയിക്കുന്ന പാശ്ചാത്യൻ ചാരന്മാരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് അലിയും മുഹമ്മദ് അബ്ദുവും എന്ന് ഈ MI മുഹമ്മദ് സുല്ലമി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരം ആളുകളുടെ സാഹിത്യങ്ങൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ച കാലത്ത് സമസ്തയുടെ ആദരണീയരായ പണ്ഡിതന്മാര് പറഞ്ഞു ഈ വഴിക്ക് സമുദായം പോകാൻ പാടില്ല, ഇത് നമ്മളെ വഴിതെറ്റിക്കും, ഇത് നമ്മളെ ഈമാൻ ദുർബലപ്പെടുത്തും, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും, ഈ സമുദായം അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഈ മൗലിയാക്കന്മാർ പഴഞ്ചന്മാരാണ്, പിന്തിരിപ്പന്മാരാണ്, പരിഷ്കാരത്തിനെതിരാണ്, പുരോഗമനത്തിനെതിരാണ്, ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവും കെൽപ്പും ശേഷിയുമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അതേ ആളുകൾ അവർക്കിടയിൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ തുടങ്ങിയപ്പോ അവര് തന്നെ പുസ്തകം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുക. മുസ്ലിം സമുദായത്തിനിടയിൽ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിച്ച് അവർക്കിടയിൽ നവോത്ഥാനവും പരിഷ്കാരവും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അവതരിപ്പിച്ച ആ മൂന്നാളുകളും ഈ സമുദായത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഏജന്റുമാരായിരുന്നു എന്ന് പരസ്യമായി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ആശയപ്രചാരണത്തെ കുറിച്ച്, ഏതെങ്കിലും ഒരു കള്ളത്തൊരീക്കത്തിനെ കുറിച്ച്, ഏതെങ്കിലും വ്യാജ സിദ്ധന്മാരെ കുറിച്ച് സമുദായം അവരുമായി ബന്ധപ്പെടുന്നത് ഒന്നകന്നു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം ആദ്യം കയ്പനുഭവപ്പെടും, പിന്നീട് മധുരിച്ചു എന്നുള്ളതാണ് സമസ്തയുടെ 100 വർഷക്കാലത്തെ ചരിത്രം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും സംഭവിച്ചതാണ്. ലോകത്തുടനീളം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അബൂബക്കർ ബഗ്ദാദി എന്ന് പറഞ്ഞ ഒരാൾ ISIS എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ലോകത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്.
ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരെല്ലാം സ്ഫോടനങ്ങൾ നടത്തി, അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നാൽ ഇത് ഏറ്റവും കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ അവര് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളെ കൊലപ്പെടുത്തുക. അതാരെ? മുസ്ലിങ്ങൾപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. ഷെയ്ഖ് റിഫായി തങ്ങൾ ഉൾപ്പെടുന്ന മഹാന്മാരായ സൂഫി വര്യന്മാരെ, ഇമാമുമാരുടെ മക്ബറകൾ ബോംബ് വെച്ച് തകർക്കുന്നു. എന്താ ലക്ഷ്യം? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനം കണ്ടപ്പോൾ ലോകത്ത് 160-ലധികം വരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ട് പറഞ്ഞു, ദേ ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ISIS എന്ന് പറയുന്ന ഈ സംഘടന ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, അത് ഇസ്ലാമിന്റേതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ ഇവരുടെ അക്രമ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും വ്യാപിച്ചപ്പോ ഈ രാജ്യത്ത് അത് സംബന്ധമായിട്ടുള്ള വിശദമായ അന്വേഷണങ്ങൾ നടന്നു. ഓരോ രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം അന്വേഷിക്കും, മാധ്യമ പ്രവർത്തകർ അന്വേഷിക്കും, അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘടനകൾ അന്വേഷിക്കും, ചരിത്രാന്വേഷകർ, സാമൂഹ്യ നിരീക്ഷകർ. കാരണം ഇത് ഏതെങ്കിലും ഒരു നാട്ടിലല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എന്ന പേര് പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി വ്യാപകമായ അക്രമവും സ്ഫോടനവും നടത്തി നിരപരാധികളെ നിരന്തരമായി കൊല ചെയ്യപ്പെടുന്ന സ്ഫോടനങ്ങൾ നടത്തുന്ന പ്രവർത്തനം. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇവിടെ ലക്ഷ്യം? വ്യാപകമായ പഠനങ്ങളും അന്വേഷണങ്ങളും ആരംഭിച്ചു. ഇത് സംബന്ധമായി ലോകത്ത് നടന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ സമസ്ത അന്വേഷിച്ചതല്ല, സമസ്ത സബ് കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷിച്ചതല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട IS-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും അവരുടെ അക്രമ പ്രവർത്തനങ്ങളെയും ഒക്കെ വിശദമായി പഠിച്ച് അന്വേഷിച്ച് പുറത്തു വന്ന റിപ്പോർട്ടിൽ പറഞ്ഞ എല്ലാവരും പഠിച്ചു പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസമാണ്. സമസ്ത പറഞ്ഞതല്ല, ഏതെങ്കിലും സുന്നി സംഘടന പ്രഖ്യാപിച്ചതല്ല. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ, വിവിധ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ, അവിടുത്തെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർ പഠിച്ചിരിക്കേണ്ട, അന്വേഷിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ അവർ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു ഉത്തരം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസമാണ് ഈ അപകടകരമായ ആശയ പ്രചാരണത്തിന് അവർക്ക് പ്രചോദനം നൽകിയത്. എന്നാൽ ഈ അപകടകരമായ ആശയം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയും നമ്മുടെ കേരളത്തിലേക്ക് അത് വ്യാപിക്കും ചെയ്തപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അപകടകരമാണ്, മുസ്ലിം സമുദായം ജാഗ്രത പാലിക്കണം, ഇത് ബിദഅി ആശയമാണ്, ഈ സമുദായത്തെ അപകടപ്പെടുത്തുന്ന ആശയമാണ്, സമുദായം വിട്ടുനിൽക്കണം. അന്ന് സമസ്ത അത് പറഞ്ഞപ്പോ ഈ പഴഞ്ച മുസ്ലിയാക്കന്മാർക്ക് ലോകം തിരിയില്ല. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തെ കുറിച്ച് ഇവർക്ക് അറിയില്ല. എത്ര ക്രൂരമായി മോശമായിട്ടാണ് അതിനെക്കുറിച്ച് ആക്ഷേപിച്ചത്. ഈയിടെ ചരിത്രത്തിൽ വായിച്ചൊരു കാര്യം, ഈ വഹാബിസത്തിന്റെ രംഗപ്രവേശനം നമ്മുടെ നാടുകളിൽ വ്യാപകമായപ്പോ ഈ ബിദഅി ആശയത്തിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചാരണം ആരംഭിച്ചു നാട്ടിലുടനീളം. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഈ വഹാബി ആശയ പ്രചാരണത്തിനെതിരെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി സമസ്തയോട് ആവശ്യപ്പെട്ടു. അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, അന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പോലും നേടിയിട്ടില്ല. തിരുവനന്തപുരത്തെ അവിടുത്തെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, ബ്രിട്ടീഷ് കോളനിയുടെ കാലമാണ്. മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തേക്ക് ഈ അഹ്ലുസുന്നയുടെ ആശയ പ്രചാരണം നടത്താനും ഈ ബിദഅി ആശയങ്ങളുടെ അപകടകരമായ ആശയങ്ങൾ തുറന്നു കാണിക്കാനും സമ്മേളനം സംഘടിപ്പിക്കാനും അവിടെ പോയി പ്രസംഗിക്കാനും തീരുമാനിച്ചു.
വലിയ വലിയ ഭീഷണികൾ വന്നു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വേദി കെട്ടാൻ സ്ഥലം തരില്ല, നിങ്ങളിവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും വന്നു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ സംഘം ഈ ഒരു ആശയ പ്രചാരണത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവര് തീരുമാനിച്ചു, ഇനി അഥവാ അവിടെ പോയിട്ട് പ്രസംഗം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ അച്ചടിച്ച് ലഘുലേഖയായിട്ട് കയ്യിൽ സൂക്ഷിക്കുക. അഥവാ ആളുകളൊക്കെ കൂടി പ്രസംഗിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് അനുമതി നിഷേധിച്ചു, എന്തെങ്കിലും തടസ്സം വന്നാൽ എല്ലാവർക്കും ഈ ലഘുലേഖനം വിതരണം ചെയ്യാം. അത് വായിക്കുന്നവരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഇവർ ലഘുലേഖ എല്ലാം അച്ചടിച്ചു കൊണ്ടുപോയി. ഇവര് തിരുവനന്തപുരത്ത് പോയി വാഹനം ഇറങ്ങുമ്പോൾ ആ വാഹനത്തെ അവിടുത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ വളഞ്ഞു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പണ്ഡിത സംഘം തിരുവനന്തപുരത്ത് പരിശുദ്ധമായ അഹ്ലുസുന്നയുടെ ആശയപ്രചാരണത്തിനു വേണ്ടി അവിടെ പോയിട്ട് വാഹനം ഇറങ്ങിയപ്പോ പോലീസ് വളഞ്ഞു. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങളുടെ ഈ പരിപാടിക്കെതിരെ ഇവിടെ വലിയൊരു പരാതി ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളിവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ കലാപങ്ങളും സംഘർഷവും ഉണ്ടാകും എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഈ സ്പോട്ടിൽ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്കോ ജയിലിലേക്കോ ഒന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ വിശ്രമിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട് ഏതാണോ ആ വീട്ടിൽ നിങ്ങളെ വീട്ടു തടങ്കലാക്കാനാണ് നിർദ്ദേശം. സമസ്ത കേരള ജംഇയ്യത്തുൽ സ്ഥാപക നേതാക്കൾ എത്ര കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഈ പരിശുദ്ധമായ ആദർശ പ്രചാരണത്തിന് വേണ്ടി ശ്രമിച്ചത്. പോലീസ് പറഞ്ഞു, നിങ്ങളെ വീട്ടു തടങ്കലാക്കിയിരിക്കും, നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട് കാണിച്ചതാ, അങ്ങോട്ട് കൊണ്ടുപോകാം. പോലീസ് കാവലിൽ അവർ ആ വീട്ടിൽ പോയി. വീട് ചുറ്റും പോലീസ് വളഞ്ഞു. ആ വീട്ടിലേക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാനും പാടില്ല, വീട്ടിലുള്ളവരെ പുറത്തേക്ക് വിടാനും പാടില്ല. മഹാനായ പാങ്ങൽ ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്ന മാമുക്കോയ എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്ന നല്ല വിദ്യാസമ്പന്നനായ ആ മാമുക്കോയ ഉടനെ അവിടുത്തെ കോടതിയിൽ ചെന്നുകൊണ്ട് ഹർജി നൽകി. എത്രയും പെട്ടെന്ന് ഈ ഹർജി കേൾക്കാൻ അവസരം ഉണ്ടാക്കണം, വളരെ പെട്ടെന്ന് ഈ ഹർജിയിൽ തീർപ്പുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടു. കോടതി വളരെ പെട്ടെന്ന് അതിന് അനുമതി നൽകുന്നു. മാമുക്കോയ കോടതിയിൽ ഹാജരാകുന്നു. ജഡ്ജി ചോദിച്ചു, ഈ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദു മതത്തിനെതിരെ പ്രസംഗിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അദ്ദേഹം ഹിന്ദു മതത്തിനെതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിം ലഹളയുണ്ടാകും, സംഘർഷമുണ്ടാകും, ഇവിടെ വർഗീയ ലഹളയുണ്ടാകും. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം ലഹളയെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ പ്രസംഗത്തെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മാമുക്കോയ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, ഇന്ന് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ലഘുലേഖയായി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്, ഇതാണ് അതിന്റെ കോപ്പി എന്ന് പറഞ്ഞിട്ട് ജഡ്ജിക്ക് ലഘുലേഖ കൊടുത്തു. ലഘുലേഖ മുഴുവൻ വായിച്ചപ്പോ ആ ലഘുലേഖയിൽ പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായ പരാമർശമല്ല, ഈ നാട്ടിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം നിലനിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവുകയല്ല ചെയ്യുക, ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയ സന്ദേശമാണ് ഇവിടെ പറയപ്പെടാൻ പോകുന്നത് എന്ന് ജഡ്ജിക്ക് മനസ്സിലായി. ജഡ്ജിക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ ലഘുലേഖ മുഴുവൻ വായിച്ചപ്പോഴേക്ക് നമ്മുടെ വേദിയിലേക്ക് ആദരണീയനായ SKSFന്റെ വൈസ് പ്രസിഡന്റും ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹാഷർ അലി ശിഹാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനുള്ള പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ മുജീബ് റഹ്മാൻ അൻസരി വേദിയിലേക്ക് വരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജഡ്ജി പറഞ്ഞു, ഈ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ പ്രസംഗിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇവിടെ ലഭിച്ച പരാതിയിൽ പറയുന്ന കാര്യം അതാണ്.
അങ്ങനെ ഒരു സമുദായത്തിനെതിരെ പ്രസംഗിക്കുന്ന പരിപാടിയാണ് എന്ന് അറിഞ്ഞ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി റദ്ദു ചെയ്യാനും ആ പ്രസംഗിക്കാൻ വരുന്ന ആളെ വീട്ടുതടങ്കലിൽ വെക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഈ ലഘുലേഖയിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അനുമതി നൽകുന്നു എന്ന് മാത്രമല്ല, ആ സമ്മേളനത്തിന് ആവശ്യമായ എല്ലാ സുരക്ഷയും നൽകാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹർജി തീർപ്പാക്കിയത്. മാത്രമല്ല, ആ പരാതി കൊടുത്ത ആളുകൾ 15ഓളം ആളുകളാണ് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്ത ആളുകളോട് പറഞ്ഞു, ഈ സമ്മേളനം വിജയകരമായി സമാപിച്ച് ആ സമ്മേളനത്തിൽ വന്ന നേതാക്കളും പ്രവർത്തകരുമെല്ലാം അവരുടെ നാട്ടിലേക്ക് പിരിഞ്ഞു പോയതിനു ശേഷമല്ലാതെ നിങ്ങൾ ഈ പരിസരത്തേക്ക് വരാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു. അങ്ങനെ ഈ വഹാബിസത്തിനെതിരെ ബിദഈ ആശയങ്ങൾക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തിയ സമയത്ത് അവരൊക്കെ എല്ലാ അർത്ഥത്തിലും കള്ളക്കഥകൾ മെനഞ്ഞെടുത്ത് ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് സമസ്തയുടെ പണ്ഡിതന്മാരെന്ന തെറ്റിദ്ധാരണ പരത്തി കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും മറ്റൊക്കെ ശ്രമിച്ചത്. പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? ഇതേ മുജാഹിദ് പ്രസ്ഥാനം വളർന്നു എന്ന് മാത്രമല്ല, അവർക്കിടയിൽ പുതുതായി രൂപപ്പെട്ട അപകടകരമായ ആശയം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് ജീവിക്കാൻ കഴിയില്ല, അവരിവിടെ നിന്ന് ഹിജറ പോകണമെന്ന ബഹുസ്വരതയ്ക്കെതിരായ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിനെതിരായ അപകടകരമായ വാദങ്ങളാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കാനും വേണ്ടി രംഗത്ത് വന്നത്. ഏത് ബിദഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോഴും അതിനെതിരെ വളരെ കൃത്യമായ വാദങ്ങൾ നിരത്തിക്കൊണ്ട് അവരുടെ അപകടകരമായ ആശയങ്ങൾ ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുലമ അതിനെ പ്രതിരോധിച്ചത്. ആ പ്രതിരോധം ഫലപ്രദമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസ്ഥാനം 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും സമസ്ത കേരള ജമിയത്തുലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങളിൽ ഒരു മാറ്റിത്തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെടേണ്ട ഗതികേട് ഈ പ്രസ്ഥാനമോ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന ഏത് ബിദഈ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും, ഏത് ബിദഈ പ്രസ്ഥാനങ്ങളെന്ന് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്, ഏത് ബിദഈ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും അവരെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി, സംഘടനാപരമായ താല്പര്യത്തിനു വേണ്ടി, അടിസ്ഥാനപരമായ ആദർശത്തിൽ പോലും എത്രയോ തവണ മാറ്റം വരുത്തിയതായിട്ട് അതിന്റെ നാൾവഴികളെ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസക്തി, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയത്തിന്റെ പ്രസക്തി, അതിന്റെ പ്രമാണത്തിന്റെ പ്രസക്തി. ആ പ്രമാണത്തെ, അതിന്റെ വിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട്, പാരമ്പര്യ ഇസ്ലാമിന്റെ വിശുദ്ധിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ വഴി നടത്തിക്കുന്ന ഏക പണ്ഡിതേതൃത്വം അത് സമസ്ത കേരള ജമിയത്തുലമയാണ്. അതിന്റെ 100ാം വാർഷികത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് മദ്രസകൾ, ദർസുകൾ, അറബി കോളേജുകൾ, ലക്ഷക്കണക്കിന് സംഘടനാ പ്രവർത്തകർ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരു വലിയ ജനവിഭാഗത്തിന് വിശ്വാസപരമായി, കർമ്മപരമായി അവരേത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരാധികാരികമായ പണ്ഡിത സഭ, ആ തലത്തിലേക്ക് സമസ്ത കേരള ജമിയത്തുലമ വളർന്നു പന്തിരിച്ചിരിക്കുന്നു. അതിന്റെ തണലിൽ, അതിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാനും അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിന്റെ കർമ്മനിരതമായ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തകരായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 100ാം വാർഷിക സമ്മേളനം നമ്മുടെ വെളിപ്പാട് അകലെത്തി. തൊട്ടടുത്താണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മംഗലാപുരത്ത് വന്നുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ പ്രചരണത്തെ കുറിച്ച് പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം മഹാനായ സമസ്ത പ്രസിഡന്റിന്റെ യാത്ര മംഗലാപുരത്ത് സമാപിച്ച സമയത്ത് ആയിരങ്ങൾ പങ്കെടുത്ത, ഒരുപക്ഷെ കേരളത്തിലെ വിവിധ സ്വീകരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും വലിയ ആത്മവിശ്വാസത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു വലിയ സമാപന സമ്മേളനമാണ് ഇവിടെ നടന്നത്. തീർച്ചയായും ഈ കർണാടക സംസ്ഥാനത്തിന്റെ
മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹനഫി സമസ്തയുടെ ഹനഫി മദ്ഹബുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്മേളനം നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുത്തത്. കർണാടക പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുലമയുടെ അതിന്റെ വിശ്വാസധാരയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ രണ്ട് സമ്മേളനങ്ങളും വിളിച്ചറിയിക്കുന്നത്. ഏതായാലും സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം, അതിന്റെ ക്യാമ്പ്, അതിന്റെ മറ്റു പ്രചാരണ പരിപാടികൾ, അതിനുശേഷം പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതൃത്വം പ്രഖ്യാപിച്ച വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എല്ലാം ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജമിയത്തുൽ മുഅല്ലിമീൻ റേഞ്ച് കമ്മിറ്റിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.